ഇന്ന് നമുക്കൊരു എഗ് ബുർജി ഉണ്ടാക്കാം കേട്ടോ. ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അതിനായിട്ട് ഞാൻ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും എടുത്ത് ഒരു തക്കാളി അരിഞ്ഞ് വെച്ച് കേട്ടോ. അപ്പോൾ പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സവാളയും ഇഞ്ചിയും പച്ചമുളകും അതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വാടി കിട്ടും. ഇനി അതൊന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. എന്നിട്ട് അതുകൂടെ വാടിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് എഗ് ബുർജി ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ഞാനിങ്ങനെ കേട്ടോ ചെയ്യുന്നത്. ചപ്പാത്തിക്കൊക്കെ വേഗം ഒരു കറി വേണമെങ്കിൽ ഇതങ്ങാക്കും കേട്ടോ. അങ്ങനെ സവാളയൊക്കെ വാടി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല ചേർത്താൽ കേട്ടോ. നമ്മളെ ഗരം മസാലയോ ചിക്കൻ മസാലയോ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടിയൊക്കെ ചേർക്കാം ഞാൻ, പക്ഷേ ഗരം മസാലയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത്. ഇനി ആ പൊടികളൊന്ന് വാടി വരുമ്പോൾ അതിനകത്തോട്ടൊരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തീ കയറി വരട്ടെ. ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് പതുക്കെ ഉടച്ചു കൊടുക്കാം. ഞാൻ പതുക്കെ ഉടയ്ക്കുന്നത് നമ്മുടെ വുഡൻ സ്പാച്ചില ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റീൽ അതിനകത്ത് ഒരേണ്ടാന്ന് വിചാരിച്ച് പതുക്കെ ഉടച്ചെടുത്ത് കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ് ബുർജി തയ്യാറാക്കി ചപ്പാത്തിയും ചുട്ട് കഴിക്കട്ടെ കേട്ടോ.